ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വരവ് പൈനാപ്പിൾ പച്ചടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ കൊണ്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കിയാലോ. അങ്ങനെ തന്നെ നമുക്ക് പച്ചടി തയ്യാറാക്കാനായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് നല്ല സൂപ്പറായ നല്ല പഴുത്ത ഒരു പൈനാപ്പിളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പകുതി മതി. നമുക്ക് പകുതി എടുത്തിട്ട് നമുക്ക് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടെ തന്നെ ഇട്ടാൽ ആ മധുരത്തുമ്പോൾ ഒക്കെ ഉപ്പും മധുരമൊക്കെ കൂടെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുത്ത് വരാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കൂടി പോകാൻ പാടില്ല. ഈ പൈനാപ്പിൾ നല്ലോണം പഴുത്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പൈനാപ്പിൾ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു പിച്ച് കടുക് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങ ഒക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നാണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ കത്തിക്കാൻ പാടില്ല. ഈ ഉള്ള ചൂടിൽ ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. മറ്റേത് നമ്മുടെ പച്ചടി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. പൈനാപ്പിൾ കിട്ടുമ്പോൾ ആരും ഒഴിവാക്കണ്ട. ഇതുപോലെ പച്ചടി ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.